ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ആലപ്പുഴയുടെ കൊച്ചുമിടുക്കി നമ്മുടെ പാട്ടിന്റെ പ്രിയ വേദിയിലേക്ക് ഇശൽ കുട്ടി എത്തുന്നു. സോ ലെറ്റ്സ് വെൽക്കം ഇശൽ ഓൺ സ്റ്റേജ്. ഡോറയുടെ ഒരു കട്ടലിന് ഹലോ ഇശൽ തേൻകണം. മോൾ ഓഡീഷന് വന്ന് പാടിയപ്പോഴത്തേക്ക് മൈനാകം എന്നുള്ള പാട്ടല്ലേ പാടിയത്? അതൊരു തേൻകണം പോലെ പാടി, നല്ല രസമായിരുന്നു. ഗസൽ അനിയന്റെ പേര് അല്ലേ? ആണോ? രണ്ട് മ്യൂസിക്കിനായിട്ട് ബന്ധപ്പെട്ടവൻ. ശരി മോളെ, എന്തായാലും എല്ലാവർക്കും സന്തോഷമായില്ലേ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷമായി അല്ലേ? എന്തായാലും വാങ്ങിച്ചു തന്നോ? എന്തോ വാങ്ങിച്ചു? കിട്ടിയില്ലേ? സെലക്ഷൻ കിട്ടിയില്ലേ? എനിക്ക് പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നുമില്ല. വരാന്ന് പറഞ്ഞോ? ഇല്ല ഇല്ല, അതും ഇല്ല. അങ്കിൾ ഒന്ന് സ്പെഷ്യൽ റെക്കമെൻഡേഷൻ പിന്നെ നടത്താവോ? തീർച്ചയായിട്ടും ഞാൻ വിളിച്ചു പറയാം കേട്ടോ. തരും കേട്ടോ. എന്താ വേണ്ടത്? പെട്ടെന്ന് പറഞ്ഞു, ഇപ്പഴാണെ നടക്കും. അയ്യോ എനിക്ക് മോക്ക് ഇതുപോലത്തെ ബാഗ് വേണോ? അയ്യോ വേണോ? അയ്യോ എനിക്ക് വേണ്ട. വേണമെങ്കിൽ ഇപ്പൊ തരാം. പിന്നെ പുതിയ കാശ്മീരി എന്നായിരുന്നു പറഞ്ഞേ? കാശ്മീരി ബാഗ്. കാശ്മീരി. അത് ഈ പട്ടിസാരിക്ക് ചേർന്നതുണ്ടോ? അതെ, അതുകൊണ്ടോ ഇന്നലെ ഒപ്പിച്ചിട്ടേ ഉള്ളത്. എന്താ കുഞ്ഞിന് വേണ്ടേ? ഉടുപ്പ്, ചെരുപ്പ്, വള, മാല, വാച്ച്, ഈ പറഞ്ഞ എല്ലാം എനിക്കുണ്ട്. അയ്യോ എല്ലാം ഉണ്ട് കുഞ്ഞിന്. എല്ലാം ഉണ്ട്. ആഗ്രഹം എന്ത് വേണം? ആഗ്രഹം പറഞ്ഞ സാധിച്ചു തരൂ. തീർച്ചയായിട്ടും. ഫൈനൽ വരെ നിക്കണം. അത് ഞാനേ ഉറപ്പിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം സാധിച്ചു തരൂ. എന്തുവാ? കൃത്യമായിട്ട് പഠിച്ച് നല്ല വൃത്തിയായിട്ട് പാടിക്കഴിഞ്ഞാൽ ഫൈനലല്ല, അതിന്റെ അപ്പുറത്ത് ഓ, വാക്ക് തന്നു, വാക്ക് തന്നു. മോളും വാക്ക് കൊടുക്ക്. വാക്ക്. ഓക്കെ, അപ്പൊ സെറ്റ് ആയി. അതിന് നമ്മൾ അപ്പൊ ഞാനിന്ന് പാടാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ അനിയന് വേണ്ടി. അനിയന് വേണ്ടിട്ട്. 3 മാസമായുള്ളു. അപ്പൊ മോളെ ഏത് പാട്ടാ പാടുന്നേ? ഞാൻ വാവാവോ വാവേ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൊന്നിൻ
ഇശൽക്കുട്ടി എന്തോ നന്നായിരുന്നു മോളെ, താങ്ക് യു. നന്നായിട്ട് പാടി മോള്. കാരണം ആ നാനാന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, അത് മാത്രം എന്തോ ഒരു നോട്ടിൽ ചേരാത്ത പോലെ തോന്നി. ബാക്കിയുള്ള കുറേ സ്ഥലങ്ങൾ നന്നായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. മോക്കിപ്പോ എത്ര വയസ്സായി? 9. 9 വയസ്സല്ലേ ആയുള്ളൂ. ഇതിനകത്തൊക്കെ ഒരു ശ്രമം നടന്നു കുറേ സ്ഥലങ്ങളിൽ. അതായത് ഇത് പഞ്ച് ചെയ്തെടുക്കുന്നതാണല്ലോ, മനസ്സിലായോ? പഞ്ച് ചെയ്യുന്നുള്ള ഓരോ വരികൾ ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങൾ കുത്തിയെടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് സംഗതികളൊക്കെ പാടാൻ പറ്റും, നിറയ്ക്കാം. പക്ഷേ നമ്മൾ അതേ സെയിം പാട്ട് ഗാനമേളയ്ക്ക് പാടുമ്പോൾ അതിൻ്റെ പകുതി പോലും പാടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ ലൈവായിട്ട് പാടുമ്പോൾ നമുക്ക് വലിയ പ്രയാസമാണ്. ഈ ലാസ്റ്റ് പല്ലവിയിലൊക്കെ മോൾക്ക് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് പാടാൻ. അതൊക്കെ മോള് ട്രൈ ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ വീണിട്ടുണ്ട്, ഒത്തു വന്നിട്ടുണ്ട്. ബട്ട് നല്ല ഒരു ഗുഡ് ട്രൈ ആണ്. താങ്ക് യു. പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, പാടുന്നതിലൊരു കോൺഫിഡൻസ്, ബാക്കി എല്ലാം ഉണ്ട്. നന്നായിരുന്നു മോളെ, താങ്ക് യു സർ. നന്നായിരുന്നു. മക്കളെ ഇസൽക്കുട്ടി എന്തോ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. എനിക്ക് മോള് പാടിയതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റത്തെ ആ തുണ്ടുപല്ലവി, ലാസ്റ്റ് പാടിയത് എല്ലാം അനുപല്ലവിയും ചരണമൊക്കെ കഴിഞ്ഞ് പാടിയില്ലേ, അത് നന്നായിരുന്നു. താങ്ക് എനിക്ക് യു. നന്നായി ഇഷ്ടപ്പെടും. അതിന് ആ പൊന്നിൻ പാദസരങ്ങളിൽ പൊന്നിന് കൊടുത്ത സംഗതിയൊക്കെ നന്നായി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. കുറേ സംഗതികൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ പാട്ടിന് വേരിയേഷൻസ് ഉണ്ട് പല്ലവിയിലും ഒക്കെ. പക്ഷെ അതൊക്കെ മോള് മാക്സിമം അത് നന്നായിട്ട് പാടാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്ഥലം ആ പൊന്നിന് നന്നായിട്ട് വരികയും ചെയ്തു. അത് ഭയങ്കര കഷ്ടമാണ് വിത്ത് താളത്തിന് ഇങ്ങനെ അത് ആ സംഗതി എളുപ്പം വരാൻ, ഒരു എന്താ പറയണ, ഒരു KKPP സംഗതി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ മോൾ അതൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ മോള് മിടിക്കുകയാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സുഖി ഭവ. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നര പൂങ്കുഴൽ പാട്ടു നീ, എന്നാണ് മെൻ കളിത്തോഴി നീ. മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. ദിവദാനാദീം താന ദിവദാനാദീം താന ദിവദാനാദീം താന ദിവദാന ദിവദാനാദീം താന ദിവദാനാദീം താന ദിവദാനാദീം താന. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ ശാബാഷ്. ശാബാഷ്. ഇശൽക്കുട്ടി, എന്തോ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ശരിയാവും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒറിജിനൽ വോയിസിൽ നിന്ന് ഇങ്ങനെ ഫോൾസ് ത്രോട്ടിൽ പോകുമ്പോഴുള്ള ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നത്തിലാണ് നമുക്ക് ഇത് തോന്നുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഭയങ്കര രസമായിരുന്നു. വന്നുമ്മകൾ സമ്മാനം എന്നൊക്കെ പറഞ്ഞ സ്ഥലം ലാസ്റ്റ് പല്ലവിയിലൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പം എന്തായാലും ഇനിയും പ്രാക്ടീസ് ചെയ്ത് നന്നായി വരിക. ഓക്കെ, ഇത് ആദ്യത്തെ പാട്ടല്ലേ? അതെ, ഫസ്റ്റ് നമുക്ക് കുഴപ്പമില്ല. അപ്പൊ മോളെ, ഓ so we are giving you 95 out of 100. ആദ്യ ഒരു നജീം പൊക്കുട്ടി. സന്തോഷമായല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ണൂരിന്റെ വാനമ്പാടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി എത്തുന്നു. വെൽക്കം ശ്രീലക്ഷ്മി. ഹായ് ശ്രീലക്ഷ്മി. ഹായ്. എങ്ങനെയുണ്ട്? വളരെ സന്തോഷം തോന്നുന്നില്ലേ? അല്ലേ, പ്രതീക്ഷിച്ച് നിങ്ങളൊക്കെ അത്രയും പ്രതീക്ഷിച്ച് വന്ന ഒരു വേദി അല്ലേ? മോളെ ഏത് പാട്ടാ പാടുന്നേ? ഞാൻ മായാത്ത മാരിവില്ലിതാ. ആരൊക്കെയാണത് പാടിയത്? MG സാറും. ഞാനും ഈ പാട്ട് നന്നായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. അത് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ഔസേപ്പച്ചന്റെ പേരാണ് മനസ്സിൽ വന്നത്. ചേട്ടനല്ലേ മ്യൂസിക്? സംഗീതം ചിത്ര. പിന്നെ ലിറിക്സ് കൈതപ്രം സാർ. സൂപ്പർ. അപ്പൊ മോളെ നന്നായിട്ട് പാടും കേട്ടോ. സിനിമ അറിയാമല്ലോ, ഉള്ളടക്കം. ഓക്കെ 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 മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.
വസന്തമിങ്ങീതാ മായാത്തമാരിവില്ലിതാ ആയിരം വസന്തമിങ്ങീതാ ആകാശമണ്ഡലങ്ങളിൽ നീഹാരമാലയൂർന്നീതാ പൂഞ്ചോലയിൽ കുരുന്നു ചങ്ങാലികൾ പാടുമീ വേളയിൽ ശ്യാമലാവണ്യമാം താലവൃന്ദങ്ങൾ മുത്തണിഞ്ഞിതാ മായാത്തമാരിവില്ലിതാ ആയിരം വസന്തമിങ്ങീതാ Nice, nice, nice. അപ്പൊ ശ്രീലക്ഷ്മി നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഒരു തുടക്കക്കാരി എന്ന് തോന്നുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. മോള് കറക്റ്റ് ചെയ്യേണ്ട 2-3 കാര്യങ്ങളാണ്. അപ്പം ഞാൻ പാട്ടൊന്നും അധികമായിട്ട് കറക്റ്റ് ചെയ്യുന്നില്ല, കാരണം അതൊക്കെ ശരിയായിക്കൊള്ളൂ. ഏകദേശം നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കുറച്ച് ശ്രുതി അവിടെ ഇവിടെയൊക്കെ ലാ 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 എന്ന തുടക്കത്തിലൊക്കെ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അക്ഷരസ്ഫുടത. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ കൈകളിൽ വെറുതെ എന്ന് പറഞ്ഞു, ഈ കൈകളിൽ കാലമേ, ഈ കൈകളിൽ കാലമേ നിന്നിഴ, ഈ കൈകളിൽ കാലമേ നീ നലം, നീ
നീ നലം നീ നലം. നലം. അതെല്ലാം വ്യക്തമായിട്ട് എടുത്തെടുത്ത് പെറുക്കിയെടുത്ത് കേൾക്കണം. ഈ കൈകളിൽ കാലമേ നീ നലം. ഇപ്പൊ തന്നെ കാലമേ നിന്നത അങ്ങനെ വരുന്നുണ്ട്. അതിപ്പോഴേ മാറ്റിക്കോ മോളെ, ഇത് തുടക്കമാണ്. മോൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. പാഴ്മുളയിലേ പഠിക്കേ. പാഴ്മുളയിലേ പാഴ്മുള ഇങ്ങനെ വരുന്നു. പാഴ്മുളയിലേ. പാഴ്മുളയിലേ. ഇതാണ് മുളയിലേ നമ്മൾ നുള്ളിക്കളയാന്ന് പറയത്തില്ലേ, അതാണ്. ആദ്യം മോള് പഠിക്കേണ്ട ഇനി ഒരു പാട്ടെടുക്കുമ്പം ഈ അക്ഷരം പറഞ്ഞു പഠിക്കുക. അതിനകത്ത് കറക്റ്റ് മലയാള ഭാഷ എന്താ മോളെ അതിന് പറയുന്നത്? ശുദ്ധ മലയാളം. ആ ശുദ്ധ മലയാളത്തിൽ അങ്ങോട്ട് പിടിക്കണം. അത് ആദ്യം കുറച്ച് ദിവസം അല്ലെങ്കിൽ കിട്ടുന്ന സമയം, എത്ര ദിവസമാണ് കിട്ടുന്നത്, എത്ര മണിക്കൂറാണ് കിട്ടുന്നത്, അതിൽ പ്രാക്ടീസ് ചെയ്യുക. ബാക്കി മോക്ക് പാട്ടൊക്കെ നന്നായിട്ട് അറിയാം, പാട്ട് നന്നായിട്ട് പാടിയിട്ടുമുണ്ട്, ആ ചേഞ്ച് ഓവറൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. തുടക്കമല്ലേ, ഇറ്റ് വിൽ കം. ബട്ട് ഇത് ശ്രദ്ധിച്ചോ. ഓൾ ദി ബെസ്റ്റ്. ശ്രീലക്ഷ്മി കുട്ടി, എന്ത്? ഒരു ശ്ലോകമുണ്ട്. ശ്ലോകമല്ല, കേട്ടിട്ടുണ്ടായിരിക്കും. പഴഞ്ചൊല്ലാണോ? അല്ല, പഴഞ്ചൊല്ലല്ല. സംഗീതമപി സാഹിത്യ സരസ്വത്യസ്തനദ്വയ ഏകമാപാതിമധുരം അന്യത ആലോചനാമൃതം. എന്ന സംഗീതം ആപാതിമധുരമാണ്. അന്യത ആലോചനാമൃതം എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ ആ വേർഡ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞാലല്ലേ നമുക്കത് ആലോചിച്ചതിന്റെ ഭംഗി കണ്ടെത്താൻ പറ്റുള്ളൂ, ഇല്ലേ? ഈ കോമ്പോസിഷനെ കുറിച്ച്, ഔസേപ്പച്ചൻ സാറിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ആ അനുപല്ലവിയിലൊക്കെ എത്ര ചേഞ്ചസ് ആണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ദെൻ തുണ്ടുപല്ലവി കയറുമ്പോഴത്തേക്ക് ആ ഒരു ചേഞ്ച് അത് കറക്റ്റായിട്ട് ശ്രുതി പിടിച്ച് അതൊക്കെ മോള് നന്നായിട്ട് പാടി. മോളെ എനിക്കൊരു ഡൗട്ട്, ഈ ലാസ്റ്റത്തെ മനസ്സിന്റെ ദീപം തെളിച്ചതെന്നുള്ളത് പറഞ്ഞില്ലേ, പാടിയില്ലേ? ടെൻഷൻ കൊണ്ട് ഞാൻ മറന്നുപോയി. ആദ്യത്തെ തന്നെ എടുത്തിട്ടല്ലേ, പുതിർപൂക്കളായി നീ ആകാശമണ്ഡലങ്ങളിൽ നിന്ന് എടുത്തിട്ടു അല്ലേ? നമ്മള് കണ്ടുപിടിക്കും. സാരമില്ല കേട്ടോ, അതൊക്കെ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയണേ. നമ്മൾ ആ നേരം അയ്യോ പിന്നെ അത് ആലോചിച്ചിരുന്നു അത് പാടാനും പറ്റത്തില്ല. ആ നേരത്തെ അത് അങ്ങനെ തന്നെ പാടി, ഒരു കുഴപ്പമില്ല. പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കുക, ശ്രദ്ധിക്കുക കേട്ടോ മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. വേണേ ഈ സീസണിൽ മാറ്റിയാലോ? സുഖി ഭവ. ശ്രീലക്ഷ്മി മോളെ നല്ല പാട്ടാണ് കേട്ടോ, നല്ല സെലക്ഷനാണ്. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ ഈ പ്രേക്ഷകർ കാണുമ്പോൾ തന്നെ അത്ര ഒരു എവർഗ്രീൻ ആയിട്ടുള്ളൊരു പാട്ടാണ്. അത് വീണ്ടും ഇവിടെ ഒരു ഷോയിൽ പാടി കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വരി കുറച്ചൊക്കെ റിപ്പീറ്റ് ചെയ്ത് പാടിയെന്ന് പറഞ്ഞു. പണ്ട് ഞാൻ അനുപല്ലവി എന്നെ ചരണമായിട്ട് പാടിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് ഒരു ലൈവായിട്ട് പാടുന്നതല്ലേ. അപ്പം നമുക്ക് അടുത്ത പാട്ട് നമ്മൾ ഫുൾ ചില്ലോടുകൂടി ഫുൾ വൈബോടുകൂടി, ഓക്കെ, ടെൻഷനൊക്കെ മാറ്റി വെച്ച് പൊളിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മിയക്കുട്ടി, മറ്റേ എൻജാ അത് അറിയോ? അത് ശരിയല്ലേ, അവള് പാടി. ആണോ? பூச்சி தங்கச்சி அள்ளி மலர் கொடி எங்காரமே ஒத்தார ஒத்தார சந்தானமே முல்லை மலர் கொடி முத்தாரமே எங்கூரு குத்தாரமே. MG ഞങ്ങൾ ഓർക്കുന്നില്ല, നമ്മൾ എല്ലാ സീസണിലും ഇപ്പൊ കണ്ണൂര് കോഴിക്കോട് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുടെ അടുത്ത് അവിടുത്തെ സ്പെഷ്യല് അവരെപ്പോഴും ഇവരെല്ലാരും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ശ്രീലക്ഷ്മി കുട്ടി ഞങ്ങൾക്ക് ഇനി വരുമ്പോ എന്ത് കൊണ്ടുവരും, എന്ത് കിട്ടും? കല്ലുമക്കായ ഉണ്ടോ അവിടെ? ഉണ്ട്. എന്നാ അത് ചീത്തയാവൂലേ? പക്ഷെ നമുക്ക് ഇല്ലില്ല, ഞാൻ അവിടുന്ന് വരുത്താറുണ്ട്. എങ്ങനെയാന്നറിയോ, ഹാഫ് കുക്ഡ് ആയിട്ട് അതില് മുളകും ഇതെല്ലാം പെരട്ടി എല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൊണ്ടുവരുമ്പോ നമുക്ക് എങ്ങനെ ഏത് രീതി വേണമെങ്കിൽ ഉണ്ട്. കൊണ്ടുവരണേ. അപ്പൊ മോളെ, സോ ഞങ്ങൾ മൂന്നുപേരും കൂടെ തീരുമാനിച്ചു, വി ആർ ഗിവിംഗ് യു 95 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആടി ഒരു തെയ്യം പൂക്കുറ്റി. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. ഓൾ ദി ബെസ്റ്റ്. മധുരമായ ഗാനങ്ങൾ തന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ടവർ, ഇവരെ ഒന്നും ഓർക്കാതെ ഒരു വരിയെങ്കിലും മൂളാതെ കടന്നുപോയ ദിനങ്ങൾ നമുക്ക് ആർക്കും ഉണ്ടാവില്ല. സംഗീതത്തിന്റെ ആനന്ദ സാഗരം പെയ്തു വീണ ഈ സർഗവിരുന്നിൽ അവരെയും അവരുടെ പാട്ടുകളും ഓർത്തുകൊണ്ട് ഒരു പിടി മനോഹര ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഈണങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ കൂട്ടുകാരെത്തുകയാണ്. സ്വാഗതം.
ഹൃദയവതീ നിൻ മധുരവനത്തിലെ മലർവാടമൊരു വട്ടം തുറക്കുകില്ലേ? അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും നുകരുവാനനുവാദം തരികയില്ലേ? അധരദളപുടം നീ വിടർത്തിടുമ്പോ, അധരദളപുടം നീ വിടർത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാനമരും മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ? സായോജ്യം നിൻ രൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതൊരു കോവിലും ദേവതയാക്കും. ഏതു പൂജാരിയും പൂജിക്കും നിന്നെ, ഏതു പൂജാരിയും പൂജിക്കും. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം, കണ്ണിനു സായോജ്യം നിൻ രൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതു പൂജാരിയും പൂജിക്കും നിന്നെ, ഏതു പൂജാരിയും പൂജിക്കും. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം, കണ്ണിന് സായോജ്യം നിൻ രൂപം.
എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. കണ്ണൂരിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ നമ്മുടെ സ്വന്തം അമേഘ് എത്തുന്നു. വെൽക്കം അമേഘ് ഓൺ സ്റ്റേജ്. മേഘമോനെ, ആ അമേഘമോൻ എന്നാണ് മോന്റെ പേര്. ആ. പക്ഷെ മോനെ വീട്ടില് മേഘു എന്നാണോ വിളിക്കുന്നത്? അല്ല, ആ, കണ്ണാണ്. കണ്ണൻ. കണ്ണൻ എങ്ങനെയാ വീട്ടില് കുസൃതിയാണോ? ചെറുതായിട്ട്. ആണോ? അവനത് അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. ചെറുതായിട്ട് മക്കൾക്ക് മരത്തിൽ കയറാൻ അറിയാവോ? മരത്തിലോ? ആ, ഇത് ചാമ്പയ്ക്കാൻ മരം, പേരയ്ക്കാൻ മരം. അറിയാം. കേറും. ആ, പേരയ്ക്ക് പറിക്കുന്നത് കേറിയാണ്. കമ്പ് ആണോ? തോട്ടി വെച്ച്. പിന്നെ ഏത് മരത്തിലാ കേറുന്നേ? ചെറിയ ചെറിയ മരത്തിങ്ങളൊക്കെ കയറും. പേരയ്ക്ക ചെറിയ മരല്ലേടാ, ചാമ്പയ്ക്ക ചെറിയ മരല്ലേ? ആ കഴുങ്ങിന്റെ മുകളിൽ. അവനെ മോനെ കണ്ടിട്ട് ആ. ട്രിവാൻഡ്രത്തൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ നമ്മുടെ മോദി സാറിന്റെ സെക്യൂരിറ്റി ഹെഡായിരുന്നു. ആ. അദ്ദേഹത്തിന്റെ പേര് അരുൺ കുമാർ സിൻഹ എന്നാണ്. അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. മോനെ കണ്ടപ്പോൾ എനിക്ക് ആ ഫേസിന്റെ ഏകദേശം കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹത്തിനെ പോലെ തോന്നി. അദ്ദേഹം പോലീസിന്റെ ഏറ്റവും വലിയ മേധാവിയാണ്. പോലീസിൽ പോകാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഉണ്ട്. ലോക്കോ പൈലറ്റാണ് ആഗ്രഹം. ലോക്കപ്പിൽ കയറാനോ? ലോക്കപ്പിൽ കയറാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേട്ടാ ഇങ്ങനെ ഒരു ആഗ്രഹം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇവിടെ ഈ 5 സീസൺ ആയിട്ടുള്ള ഒരു പയ്യൻ വന്നിട്ട് എനിക്ക് ലോക്കപ്പിൽ കയറാം. നിന്റെ ഹോബി എന്താണ്? ഞാൻ അപ്പൊ അതറിഞ്ഞിട്ട് പറയാൻ കേറാൻ പറ്റൂല്ല എന്ന്. കുറച്ച് പാട്ട് പാടും. കുറച്ച് പാട്ട്. കുറച്ച് പാട്ട് പാടും. ഏത് പാട്ടാ പാടുന്നേ? ആവണിപ്പൊന്നുഞ്ഞാൽ. ഏതാ സിനിമ? കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. അപ്പൊ മ്യൂസിക് ആരാ? മ്യൂസിക് ബെന്നി. മ്യൂസിക് മ്യൂസിക്കോ? മ്യൂസിക് മൈ ഗോഡ്. മൈ ഗോഡ്. അപ്പൊ ലിറിക്സോ? ലിക്സ് My God. ലിറിക്സ് രചന രമേശൻ നായർ. എടാ രചനയാ ഞാൻ ചോദിക്കുന്നത്. രചന ആരാ? മറന്നുപോയി. രചന ആരാ? നീ പറഞ്ഞത് ശരിയാ. എസ് രമേശൻ നായർ. മ്യൂസിക് പറഞ്ഞില്ല, പറ. മ്യൂസിക് MG ശ്രീകുമാർ സാർ. സൂപ്പർ. ഇതിൽ കൂടുതൽ അവന്റെ കിളി ഇങ്ങനെ. എടാ മോനെ, നീ ആദ്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലേ? ആ സാർ അങ്ങനെ ചോദിച്ചാണെങ്കിൽ കൺഫ്യൂഷൻ ആയി. ഇനി പറ, കൺഫ്യൂഷൻ. ഇനി പറ മ്യൂസിക് ആരാ? പറ. ഞാനല്ലേ മ്യൂസിക് MG ശ്രീകുമാർ സാർ. അവൻ കറക്റ്റ് ആയിട്ട് ആദ്യം പറഞ്ഞാണ് കേട്ടാ. ബേണി കുഴപ്പമില്ല അവനെ. ബേണി ഇഗ്നീഷ്യസ്, രമേശൻ നായർ, MG ശ്രീകുമാർ. കറക്റ്റ് കേട്ടോ. സിനിമയും കറക്റ്റ് ആണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കടമ്പൂരി ഈസ്റ്റ് യു. പാടിക്കാം അവനെ. All the best. Thank you. High five. All the best. Thank you.
മക്കളെ ഓ നീ സ്പ്രിഞ്ചി ക്രിഞ്ചി താങ്ക് യു താങ്ക് യു മൃഗയൊക്കെ ഞാൻ പ്രന്ന് പറഞ്ഞു വരികയല്ലേ. എന്താ വരുന്നേ, ഒരു വരവിഞ്ഞോട്ട് വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, ആ രീതിയിലാണ് വരുന്നേ. താങ്ക് യു പിന്നെ ഭാവം അത് പറയണോ? ഓ താങ്ക് യു ഓരോ സ്ഥലത്തും വെറുതെ അവിടൊക്കെ നല്ല ഭാവം, നല്ല എക്സ്പ്രഷൻ, അതുപോലെ തന്നെ താങ്ക് യു സംഗതികൾ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ പിന്നെ എനിക്കൊരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടു. ഓ ഒരു സ്ഥലത്ത് നിനക്ക് ശ്വാസം കിട്ടിയില്ല, ഓ അവിടെ ഇവൻ എന്ത് ചെയ്യുന്നു, പാട്ടൊക്കെ സ്പീഡാക്കി. ഞാൻ അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ചന്ദനക്കുറി നീ എണിഞ്ഞതിൽ എന്റെ പേര് പതിഞ്ഞില്ലേ. അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത താളത്തെ കൊണ്ട് ചാടിച്ചവൻ. ടോട്ടലി നന്നായിരുന്നു കേട്ടോ അവനെ. താങ്ക് യു സാർ. നിന്റെ ഒരു ഉൾഭയം അറിയുന്നുണ്ട്, ഒരു വെപ്രാളം ഉൾഭയമൊക്കെ ഉണ്ട്, അതൊക്കെ മാറും. മാറിക്കഴിയുമ്പോൾ നീ കിടുക്കാച്ചയാണ്. ഇത് നന്നായിട്ട് പാടി, നിന്നെ ഒന്ന് മെരുക്കി എടുക്കണം. ഇനി നമ്മൾ അവനെ ട്രെയിൻ ചെയ്തെടുത്ത് നല്ല മിടുക്കനായിട്ട് കൊണ്ടുവരണം. കാരണം നീ അടിച്ചുപൊളി, സംഭവം അടിച്ചുപൊളിയാണ്. കാരണം ആദ്യം തന്നെ പാടിയത് സുന്ദരിയെ. പിന്നെ ഇന്നലെ ഉറങ്ങിയായിരുന്നു ഇല്ലല്ലോ. ഓർത്ത് ഇത് കേട്ട് ഈ നിന്റെ പാട്ട് കേട്ട് ഇങ്ങനെ കേൾക്കുക, ഓർക്കുക, കേൾക്കുക, ഓർക്കുക, ഇങ്ങനെ കിടക്കായിരുന്നു. പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ പാട്ട് പാടി. സുന്ദരികേ സുന്ദരികേ ചന്തമിഴിൽ പെൺകൊടിയേ മഞ്ചൾ മണം പൂസി വരൂ മാർഗഴിത്തൽ പങ്കിളികേ തെങ്കാസി സാന്തും ഇട്ട് തെരുകൂത്തും കാട്ടും പോട്ട് തെങ്കാസി സാന്തും ഇട്ട് തെരുകൂത്തും പാട്ടും പോട്ട് തെമ്മാങ്ക തേനേ മുന്നിൽ വാ നീ വാ തെമ്മാണ്ടി കോലമയിൽ വാ തെമ്മാങ്ക തേനേ മുന്നിൽ വാ നീ വാ തെമ്മാണ്ടി കോലമയിൽ വാ സുന്ദരികേ സുന്ദരികേ ചന്തമിഴിൽ പെൺകൊടിയേ മഞ്ചൾ മണോ പൂസി വരൂ മാർഗഴിത്തൽ പൈങ്കിളിയേ. മക്കളെ ഓ എനിക്ക് നിന്നെ അങ്ങ് ഭയങ്കര ഇഷ്ടായി. താങ്ക് യു. ഞാൻ അങ്ങ് കൊണ്ടുപോവാ. ആ വരണ്ടോ? ആ വരാം. എന്റെ വീട്ടിലേക്ക്, എവിടെന്ന് വെച്ചിട്ടാ? ചെന്നൈയിലേക്ക്. ചെന്നൈയിലാണോ? ആ ആ വരുമോ? എന്നാലും കുഴപ്പമില്ല, അവൻ വരാം. വരും. അപ്പൊ നിന്റെ അച്ഛനും അമ്മ എന്ത് ചെയ്യും? അറിയില്ല. അതെങ്ങനെ അറിയാതിരിക്കുന്നേ? അവർക്ക് വിഷമാവോ? ഞാൻ ചെറുതായിട്ട്. അപ്പൊ നമുക്ക് പോവാട്ടോ. ആ ഞാൻ നിന്നെ കൊണ്ടുപോക്കോളാം. ഓക്കെ. നീ ഒരു കിടുക്കാച്ചിയ. എന്തോന്നറിയാൻ പാടില്ല, എന്തോ ഒരു നാച്ചുറൽ സിംഗർ എന്നൊക്കെ പറയണല്ലേ, എന്തോ നമ്മുടെ ഹൃദയത്തില് നിന്റെ സംഗീതം തറയ്ക്കുന്നുണ്ട് ശരിക്കും. കാരണം വെച്ചാൽ നീ മിടുക്കൻ, നിനക്ക് നല്ല ജ്ഞാനസ്ഥനാ, മിടുക്കനാണ്, നല്ല കഴിവുള്ള നല്ല കാലിബറുള്ള ഒരു കുട്ടിയാണ്. ആ സംഗതികളൊക്കെ എടുക്കേണ്ടടുത്ത് ഒട്ടും കൂടുതലില്ല, കുറവുമില്ല, പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സംഭവം കറക്റ്റായിട്ട് എടുത്തെടുത്ത് പോകുന്നുണ്ട്. പല സ്ഥലങ്ങളും, ഇത് ആകെ അനുപല്ലവിയിൽ മാത്രമാണ് ഒരു സ്ഥലം മേലെ പോർഷൻ ഒന്നും എത്താതെ വന്നപ്പം അടുത്ത ചരണത്തില് ആ ഭാഗം കറക്റ്റായിട്ട് അവൻ നന്നാക്കി അതെടുത്തു. ഞാനത് നോട്ട് ചെയ്തിരുന്നു, ഇവൻ ഇതെങ്ങനെ എടുക്കുന്നു. കാരണം അതിന്റെ പേരാണ് പ്രസൻസ് ഓഫ് മൈൻഡ് സ്റ്റേജിൽ. ഇതൊക്കെ ഒരു ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുത്ത് വരണമൊന്നുമല്ല. മോനൊക്കെ ശരിക്കും ഒരു ഇൻബോൺ എന്താ പറയുക ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടു. എടുക്കണേട്ടോ. ഐ ലവ് യു. എടാ മോനെ, ഓ സാറ് പറയും പോലെ വെടിക്കെട്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു പാട്ട്. ഓ ഭയങ്കര വൈബായിരുന്നു. ആ ഓൺ ഫുൾ ഓണായിരുന്നു. ഞാനൊക്കെ എനിക്ക് എഴുന്നേറ്റും തുള്ളാൻ തോന്നി എനിക്ക് സത്യം പറഞ്ഞു. അടിപൊളി അടിപൊളി സൂപ്പർ. താങ്ക് യു. So, we are giving you 96 out of 100. Thank you, sir. ആടി ഒരു കുയിരപ്പൂക്കുറ്റി. Thank you, sir. കുഞ്ഞു പാട്ടുകാരുടെ സർഗ്ഗവിരുന്നിലേക്ക് കൊല്ലത്തിന്റെ അഭിമാനമായി മാറാനായിട്ട് നമ്മുടെ നിധി പ്രമോദ് എത്തുന്നു. വെൽക്കം നിധിക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ നിധി. ഹലോ. എനിക്ക് ആ കേൾക്കുന്ന വളരെ ഇഷ്ടമാണ് പേര്.
മീനൂട്ടിയുടെ വീടിനടുത്തും കാണും പറമ്പില്ലേ, നിധിയല്ലേ കുഴിച്ചെടുത്താ മതി. ആ പറമ്പിലൊക്കെ ഒന്ന് പോയി ഒന്ന് തപ്പിയാ മതി. ഒരു മെഷീൻ കിട്ടും, ആ. അത് വെച്ച് ഇങ്ങനെ പോണം. കാലത്ത് ഒരു 5, 5:30, 6 മണിക്ക് സൂര്യൻ ഉദിക്കുമ്പം ഇത് എടുത്തോണ്ട് ഒരു വെടിക്ക് 2 പക്ഷി ഇതിങ്ങനെ കാണിക്കും. ഞാൻ പറഞ്ഞ കീക്കിന്ന് അത് തന്നെ കറക്റ്റ്. അപ്പൊ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ കുഴിക്കണം. അപ്പൊ അച്ഛനെ വിളിച്ച് കുഴിക്കാൻ പറയണം. അതെ, കുഴിച്ചു കഴിയുമ്പോ ചിലപ്പോ ഇങ്ങനെ ഒരു ചെറിയ ഇത് കാണും, നിധി കിട്ടും. തുറന്നു നോക്കുമ്പോ ഡയമണ്ട്സ്. കിട്ടിയോ? പക്ഷെ നിധിയുടെ ഉള്ളിൽ പാമ്പ് കാണും ചിലപ്പോട്ടോ. അതെന്താ? അങ്ങനെ ഈയിടെ ആർക്കോ നിധി കിട്ടി പാമ്പ് വന്നു പറഞ്ഞു കേട്ടോ. അല്ല, നിധി എടുക്കാൻ പോയതും കൊത്തി അയാൾ ചത്തുപോയി. ഇനി കിട്ടിയിട്ടുണ്ട്. സാറിന് കിട്ടിയിട്ടുണ്ടോ? എനിക്കും ഞാൻ അതിന്റെ റിസർച്ചിലാണ്, കാരണം എവിടെ പോണോന്നുള്ളതാണ്. ഒന്ന് പോണോ നിധിക്ക്? നിധി എടുക്കാൻ വേണോ? നിധിക്ക് എന്തിനു ഇനി നിധി? നിധിക്ക് സ്വന്തമായിട്ടൊരു നല്ല ശബ്ദമുണ്ട്, ഒരു പാട്ടുണ്ട്, പിന്നെ അതേ അല്ലേ ഏറ്റവും വലിയ നിധി. അതാണ് ഏറ്റവും വലിയ നിധി. മോളെ ഏത് പാട്ടാ പാടുന്നേ? അമ്പാടി പൈകൾ മീ. ശരി, ടെൻഷനൊന്നും ഇല്ലല്ലോ. ഇല്ല. എന്തിനല്ലേ? നജീമിനെ അറിഞ്ഞൂടെ? അപ്പൊ ഒരു പാട്ടൊന്ന് പാടിക്കൊടുക്ക്. തൊട്ട് 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 നോക്കാമോ, ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ, பொல்லாத ஆசைய பேச்சு போதும் நீ ஆடிட கூத்து, கல்லாதி பேச்சைய மாத்து காதல் படுவா, தொட்டு 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ, എന്നും ചുറ്റിയിടാമോ നിന്നെ, എന്നും ചുറ്റിയിടാമോ നിന്നെ, എന്നും ചുറ്റിയിടാമോ നിന്നെ. ഇപ്പൊ മനസ്സിലായോ? എനിക്ക് സത്യത്തിൽ ഈ പാട്ട് കേട്ടപ്പോ ഒരു ഉന്മേഷം. അത് ഒന്ന് നന്നായിട്ട് പാടി, അത് വേറെ കാര്യം. പക്ഷെ ആ കമ്പോസിഷൻ, വിദ്യാജിയുടെ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ്, എന്തോ ഒരു നമ്മളൊന്ന് ഉണരും, ഒരു എന്താണ് നല്ല കടുപ്പത്തിലൊരു ചായ കുടിച്ചാൽ അതുപോലെ. അപ്പൊ മക്കളെ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഭാരം പകരില്ലേ ആകിടുകൾ നിറയും ഹൃദയങ്ങൾ അറിയൂ നീ പ്രണയം ഉദയങ്ങൾ പ്രേമത്തിൻ പീലിക്കണ്ണിൽ നീയാണല്ലോ ദാഹത്തിൻ നെഞ്ചിൽ നീയൻ പാലാണല്ലോ നാടും കാണാ കൂടും കൂട്ടാ ഈണം പാടാ നാണം ചൂടാ അമ്പാടി പയ്യുകൾ മേയും കാണാ തീരത്ത് അനുരാഗം മൂളും തത്തമ്മേ കുഴലൂതും മേഘം മേൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ നാടും കാണാ കൂടും കൂട്ടാ ഈണം പാടാ നാണം ചൂടാ സൂപ്പർ. വെച്ച് സ്പ്രിഞ്ച് ആണ്. ഇഡിലോൽസ്കി. നിധി ആ. നമുക്ക് കുറച്ചൊക്കെ മറന്നുപോയി, ടെൻഷൻ അല്ലേ? നല്ല തൊണ്ടയ്യ. തൊണ്ടായി. ആ ഓക്കെ, കുഴപ്പമില്ല. മോള് നന്നായിട്ട് പാടുന്നുണ്ട്. കാരണം കുറേ സ്ഥലങ്ങൾ നന്നായിരുന്നു കേട്ടോ. കാരണം നല്ല ഞാനുണ്ട്, നന്നായിട്ട് പാടാം, പാടാൻ അറിയാം. അല്ലെങ്കിൽ പിന്നെ സെലക്ടഡ് ആവത്തില്ലല്ലോ. അപ്പൊ ഇന്നെന്തോ ഒന്ന് കൈവിട്ട് പോയി, കാരണം ശ്വാസം അങ്ങോട്ട് എത്തുന്നില്ല. പറയാൻ പോയി കഴിഞ്ഞാൽ കുറെ സ്ഥലങ്ങളുണ്ട് മോളെ. കുറെ സ്ഥലങ്ങൾ മോക്കങ്ങ് പോയി. അതായത് ആ പാട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സംഭവത്തിലോട്ട് വരാൻ സാധിച്ചിട്ടില്ല. എന്നാലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഭാഗങ്ങൾ അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മോളൊന്ന് ചൂടായി വരണം. അതായത് മോടെ ഈ നമ്മുടെ ഉവാവി ഇല്ലേ, അതൊക്കെ മാറി നല്ല ശബ്ദമൊക്കെ ഒന്ന് ആവിയൊക്കെ പിടിച്ച് റെഡിയായിട്ട് വരുമ്പോൾ കിടുക്കനായിട്ട് പാടാൻ പറ്റും. വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എസ് രമേശൻ നായർ. അതായത് അദ്ദേഹം തിരുക്കുറൽ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് തമിഴിൽ, അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അത്രത്തോളം ജ്ഞാനസ്ഥനാണ്. നല്ല പാട്ട്. മോളൊന്നുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ, ശബ്ദമൊക്കെ ശ്രദ്ധിച്ച്. ഓൾ ദ ബെസ്റ്റ്. പണ്ട് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ഞാൻ ഈ ലൈറ്റ് മ്യൂസിക് അദ്ദേഹത്തിൻ്റെ എസ് രമേശൻ നായർ സാറിൻ്റെ ആദി സാരമതി അന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, വേണുഗോപാൽ ചേട്ടൻ പാടി. അത് ഞാൻ പാടി എ ഗ്രേഡിൽ അന്ന് സെക്കൻഡ് വാങ്ങി. അപ്പം ഇദ്ദേഹം, ഞങ്ങൾ സെയിം ഹോട്ടലിൽ തന്നെയാണ്. ഇദ്ദേഹം അവിടെ കവിതയ്ക്ക് ജഡ്ജായിട്ട് വന്നതാ. അന്ന് ഞാൻ ഇത് പാടിയപ്പോൾ അദ്ദേഹം കേട്ടു. അപ്പം ആരാണിത് പാടിയതെന്ന് ഞങ്ങളങ്ങനെ താഴെ വന്നപ്പോൾ ഞാനാണ്. അപ്പം രമേശ് നായരനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ നമസ്കരിച്ചു. അങ്ങനെ താങ്കളുടെ പാട്ടാണ് പാടാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ആദിസാരമതി സരസ്വതി അമൃതകലാമയി സച്ചിന്മയി പ്രണവസ്വരൂപിണി നിന്റെ തൃക്കാൽക്കലി പ്രകൃതിയൊരർച്ചന പുഷ്പം ഓരോ പ്രകൃതിയൊരർച്ചന പുഷ്പം. ഇതാണ് ഇത് പാടിയെന്ന് എനിക്ക് എ ഗ്രേഡിൽ സെക്കൻഡ് കിട്ടി. അദ്ദേഹം പാടി, അദ്ദേഹത്തിന് അങ്ങ് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം അപ്പം തന്നെ ഞാനൊരു കൃഷ്ണഭക്തിയാന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പാട്ടുടനെ പൂന്താനപ്പാനയിൽ തേനായി ചുരക്കാത്ത ഭ്രാന്ത സംഗീതമാണിൻ സഗമപനീസ പർപ്പതി എന്നുള്ള രാഗത്തിലേത്. പൂന്താനപ്പാനയിൽ തേനായി ചുരക്കാത്ത ഭ്രാന്ത സംഗീതമാണെന്റെ ജന്മം, അതിൽ താന്ത നിശ്വാസമാണെന്റെ കർമ്മം. അങ്ങനെ പോകുമോ? അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മാവിനൊരു 100 പ്രണാമം. അപ്പം മോളുടെ ഈ ഒരു പാട്ട് സെലക്ഷൻ ആണല്ലോ ഇത് ഓർത്തത്. മോള് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കും അതാണ് തോന്നിയത്. അസുഖം നമ്മൾ ഇപ്പം വരുമ്പോൾ നമുക്ക് പാടാനുള്ള സ്വാതന്ത്ര്യം കുറയും. അപ്പോൾ അടുത്ത പ്രാവശ്യം മോൾക്ക് ഈ അസുഖങ്ങളെല്ലാം മാറി
നല്ല സൂപ്പറായിട്ട് വന്ന് പാടട്ടെ എന്ന് പിന്നെ ആൻറ്റി പ്രാർത്ഥിക്കുന്നു. സുഖി ഭവ. നല്ല ഫീലോടുകൂടി പാടുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ നല്ല ചിരിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് പാടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ശ്രുതി ഈ വയ്യായിക കൊണ്ടാണ് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ഫ്ലാറ്റായിട്ട് കിടന്നത്, ഒരു പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നല്ല പൊട്ടൻഷ്യലുള്ള സിംഗറാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യണം. പിന്നെ നമ്മുടെ ഫ്ലൂട്ട് ഇടയ്ക്ക് വന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, എൻ്റെ വെണ്ണ കടഞ്ഞെടുക്കും പോലെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. മോളെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 91 out of 100. ആദ്യ ഒരു രമേശൻ നായർ പുകുറ്റി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.
ഫ്രാൻസിസേ കൊടുത്തു വെക്കണം. അതായത് ഒരു ഭാഗ്യമാണ്, ഒരു അച്ഛൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മകളൊരു വലിയ കലാകാരിയായി തീരുക എന്നുള്ളത്. അന്നക്കുട്ടിയും ഫ്രാൻസിസും കൂടെ ചേർന്ന് തകർത്തു. അത് ഫ്രാൻസിസിന് ഡെഫിനറ്റായിട്ട് അഭിമാനിക്കാം. നമ്മളെല്ലാം പറയും എന്താണ്, മക്കള് അവര് ഒരു നിലയിലെത്തുക, അപ്പോഴാണ് ഒരച്ഛനും ഒരമ്മയ്ക്കും ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന ഒരു നിമിഷം. എത്ര കോടികൾ തന്നാലും അത് നമുക്ക് ഉണ്ടാകത്തില്ല. ഇറ്റ് വാസ് ടു ഗുഡ്, വെരി ഗുഡ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കൂടെ വിളിക്കാൻ, ഞാനും കൂടെ വന്നിന്ന് പാടിയിട്ട് നമുക്കൊരു ബാൻഡ് തുടങ്ങാം. അന്ന മോളെ യെസ് മാം. അടിധൂൾ. താങ്ക് യു മാം. ഫ്രാൻസിസ് വണ്ടർഫുൾ, അമേസിംഗ്. താങ്ക് യു ചേച്ചി. പുലിക്കുട്ടിക്ക് പൂന പിറക്കമാ, അതെ, മനസ്സിലായോ? ഇല്ല. ഇല്ലേ? അതായത് പുലിക്ക് പൂച്ച ഉണ്ടാവുമൊന്നുമില്ല, പുലിക്ക് പുലി തന്നെ പുലി വരും. തന്നെ ഉണ്ടാവുള്ളൂ. ഇതൊരു വലിയ അപ്രീസിയേഷൻ ആണ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. മുത്തും പവിഴവും ലലലലാ. ശരിക്കും ചേട്ടൻ മുത്താണെങ്കിൽ മോള് പവിഴമാണ് കേട്ടോ. ആ പാട്ടാണ് ഞാൻ ഇങ്ങനെ ഓർത്തെടുത്ത്. ഉഗ്രനായിരുന്നു, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ചേട്ടൻ്റെ വായനയൊക്കെ ഞാൻ ഒരുപാട് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളതാ. മോളെ ഫസ്റ്റ് ടൈമാണ്, അസാധ്യമായിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.